ഹിരോഷിമ നാഗസാക്കി ഡേ ക്വസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമ, നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഹിരോഷിമ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 6. പ്രയോഗിച്ച സമയം 8:15 രാവിലെ 8:15. വർഷിച്ച ദിവസം 1945 ഓഗസ്റ്റ് 9. എവിടെ വർഷിച്ച ദിവസം? നാഗസാക്കിയിൽ വർഷിച്ച ദിവസം. ഹിരോഷിമയിൽ വർഷിച്ച ദിവസമായിരുന്നു ഏത്? 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9. സമയം 11:02, പകൽ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. അതിൻ്റെ ഭാരം 4400 കിലോഗ്രാം. അതിൻ്റെ നീളം 3 മീറ്റർ. ലിറ്റിൽ ബോയ് എന്നതാണ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്. അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 4400 കിലോഗ്രാമും നീളം എന്ന് പറയുന്നത് 3 മീറ്ററുമായിരുന്നു. ഇനി ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ആയിരുന്നെങ്കിൽ നാഗസാക്കിയിൽ അത് ഫാറ്റ്മാൻ ആയിരുന്നു. അതിൻ്റെ ഭാരം 4670 കിലോഗ്രാം, നീളം 3.3 മീറ്റർ. ഫാറ്റ്മാൻ്റെ ഭാരം 4670 കിലോഗ്രാം, നീളം 3.3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? യുറേനിയം. അറ്റോമിക് നമ്പർ 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടകാത്മക വസ്തു പ്ലൂട്ടോണിയം 239. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പോൾ ഹാർബർ തുറമുഖം. സെഡാക്കോ സിസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതി വരുന്നു? ലോക സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത്. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയായിരുന്നു ആര്? സെഡാക്കോ സിസാക്കി. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുറ്റോമു യമഗുച്ചി. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം പഗ്വാഷ്. പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ബർട്രാൻഡ് റസ്സൽ ജൂലിയോ. ക്യൂറി, കാൾപോൾ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സെറ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര് ട്രിനിറ്റി. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം മേയായ് ബ്രിഡ്ജ്. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹട്ടൻ പ്രോജക്റ്റ്. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം ആൻഡ് ദിവസം 1945 ജൂലൈ 16. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ. ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാകുഷ. ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. സെഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എലീനർ കോയർ.
ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരമെന്നറിയപ്പെടുന്നത് ഹിരോഷിമ. ഹിരോഷിമ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ക്യുഷു ദ്വീപുകൾ. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയത്തിൻ്റെ പേര് ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഒലിയാൻഡർ പുഷ്പം. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാൻ, രാജസ്ഥാൻ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ഇന്ദിരാഗാന്ധി. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ, ഗെറ്റ് ഔട്ട് യു ഡാം എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പെൺകുട്ടി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ആൻ ഫ്രാങ്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏതാണ്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് കിറ്റി. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാരാമണ്ണ. ഇന്ത്യയുടെ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ഭാഭ. പാക് അണുബോംബിൻ്റെ പിതാവ് അബ്ദുൽ ഖാദർ ഖാൻ എക്യു ഖാൻ എന്നും അറിയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്തുള്ള ജപ്പാൻ ഭരണാധികാരി ഹിരാഹിറ്റോ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ജപ്പാൻ. ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ജപ്പാൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം ലോങ് കേപ്പ്. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ ദ്വീപ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? UNO. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. See you in another video. Take care guys.